ഹായ്. അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അമ്മയായിട്ട് കുറേ ആയി ഒരു വീഡിയോ എല്ലാം എടുത്തിട്ട്. അപ്പൊ ഇന്ന് പാചകം കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വെറൈറ്റി ആയിട്ടൊരു എല്ലാരും ചെയ്ത വീഡിയോ തന്നെയാണ്. പക്ഷെ നമ്മള് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അമ്മേനെ കൊണ്ടാണ് ഇന്ന് ചെയ്യിപ്പിക്കുന്നത്. ഒരു ചെറിയൊരു ബ്ലൈൻഡ് ടെസ്റ്റ് ആണ്. അപ്പൊ അമ്മയാണ് ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. കൊറേ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ഈ പരിപാടിക്ക് നിന്നിന്. അപ്പൊ എങ്ങനെയാണ് സക്സസ് ആവോ ഒന്നും നമുക്ക് അറിയില്ല. വേറെ പുറത്തുള്ള സാധനങ്ങൾ അങ്ങനെയൊന്നും നമുക്കിപ്പോ വലിയ പരിചയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മള് അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ടെസ്റ്റിന് വേണ്ടിട്ട് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ തുടങ്ങാം അല്ലേ? അപ്പൊ ശരി. അപ്പൊ ഞാൻ ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ അമ്മയുടെ കണ്ണൊന്ന് കെട്ടിയണേ. അതെത്തൂല അല്ലെങ്കിലും, അതല്ലെങ്കിലും വീട്ടെത്തൂല. ഇത് ഇങ്ങനെ പിടിക്ക്, കാണാൻ പാടില്ല. അങ്ങനെ പിടിക്കണേ. കൈ ഇളക്കിക്കോ. കാണുന്നുണ്ടാ? ഇല്ല ഇല്ല. കാണുന്നുണ്ടെങ്കിൽ പറയണേ. ഇല്ലപ്പാ. കാണുന്നൊന്നുമില്ല, ഇറുക്കി നോക്കുന്നൊന്നുമില്ലല്ലോ. ഇല്ല. ഉറപ്പല്ലേ? കണ്ണി ഇമ്മിട്ടാവുള്ള. അതെയാ? അത്രേ ഉള്ളൂ. അപ്പൊ അമ്മക്ക് ആദ്യം തന്നെ മുമ്പിലൊരു പ്ലേറ്റ് വെച്ചിരും കേട്ടാ. സാധനം വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ പറയും. തപ്പി നോക്കിട്ട് പറയാം, അറിയെങ്കിൽ പറയാ. ഇതൊക്കെ ഞാൻ ആദ്യമേ മാറ്റി വെച്ചിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കൊറേ വേണം? കൊറേയൊന്നുമില്ല, കുറച്ച്. എല്ലാം നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടാ. കൈ കൊണ്ട് നോക്കുക, മണപ്പിച്ച് നോക്കാനൊന്നും പാടില്ല. ടേസ്റ്റ് ചെയ്ത് വായിൽ വെച്ചിട്ട് നോക്കാൻ പാടില്ല കേട്ടാ. വെച്ചിട്ടുണ്ടേ അമ്മേ. അപ്പുറത്തുനിന്നാണ് കേട്ടോ കുറച്ച് സൗണ്ട് എല്ലാം കേൾക്കുന്നത്. തൊട്ട് വയ്ക്കോ. ഒച്ചത്ത് പറ. ചെറുപയർ. അമ്മ ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കിട്ടൂലെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയല്ല കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ എല്ലാ അടുക്കളയിലും ഇല്ലല്ല ട്ടാ, കുറച്ചൊരു മാറ്റം ഉണ്ട് ട്ടാ. നോക്കാം. ഓക്കെ. നോക്കോ. എന്നത് അമ്മേന്റെ അടുത്തൊന്നും നടക്കും തോന്നില്ല കേട്ടാ. ഞാൻ വിചാരിച്ച പോലെ അല്ല. അപ്പൊ ഇത് തപ്പിപ്പിടിക്കോ നോക്കട്ടെ. പോയി. ഞാൻ അവിടെയും തോറ്റു. എന്നാ പിന്നെ കിട്ടാത്തൊരു സാധനം. അതെ, അതിനാണ് ആദ്യം അറിയുന്നതിലും കൊണ്ടത്തെ. ഇതൊന്ന് സൂക്ഷിച്ചിട്ട് തൊട്ടോ കേട്ടാ. രണ്ട് കൈ കൊണ്ട് തൊട്ട് നോക്കിക്കോ. മറ്റേ ജനലിന്റെ പൈപ്പിന്റെ ഇത്. പൈപ്പിന്റെ. ഓക്കെ. അമ്മ ഉദ്ദേശിച്ചത് നമ്മൾ കർട്ടൻ ഇടുന്നില്ലേ, അതാണ്. ഓക്കെ. അപ്പൊ അത് ഓക്കെയാണ്. ഇത് ഞാൻ തോറ്റുപോകും തോന്നുന്നു. എന്നാലില്ലേ, ഇനി അടുത്ത എന്താന്നറിയാം. മുടിക്കുത്തുന്ന. എന്റെ കൃഷ്ണ, ഇവർ ഭയങ്കരമാണ് കേട്ടാ. ഇവരെ ഇടയിൽ ഒന്നും നടക്കും തോന്നുന്നില്ല. വെളുത്തുള്ളി. ഇവർക്ക് ഇങ്ങനെ നല്ല കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഇത് മുന്തിരിങ്ങന്റെ. നിങ്ങൾ നോക്കി വെച്ചിട്ടൊന്നുമില്ല.
ഞാൻ എന്താ നോക്കി വെച്ചിനി നോക്കട്ടെ. ആ തത്ത കുട്ടികളെ തത്ത. ഗൈസ് ഞാൻ തോറ്റു. ചാടിക്കേറി കൈ വെക്കുന്നുണ്ട്. ഇത് കടുക്. ഉറപ്പാ? കടുകെണ്ണ. അടുത്തൊരു സാധനം വെക്കുന്നുണ്ടേ. ഓക്കെ. ചായരിപ്പ. എന്തോ ഒരു മൈദ. മൈദ അല്ല, ഇതപ്പോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഭവം. അമൃതം പൊടി. ആ ആദ്യം ഒന്ന് ഇതായെങ്കിലും പിന്നെ ഇത് കിട്ടൂലെന്നാണ് എൻ്റെ ഒരു ജീവനുള്ള എന്തെങ്കിലും പിടിച്ചിട്ട് വെച്ചാ മതിയായിരുന്നു. അപ്പാട് കൈ കുത്തുന്നുണ്ട്. ഇത് തേക്കുന്ന കുച്ചി. ഇവർക്ക് അടുക്കളയിലുള്ള സാധനമല്ല കേട്ടോ ശരിക്കും വെക്കേണ്ടത്. നെക്സ്റ്റ്. പനി നോക്കുന്നുണ്ട് അതിന്റെ ഇടക്ക്. ആ പനിയൊന്നുമില്ല. എന്റെ ദൈവമേ, ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വേണമായിരുന്നു. ഓക്കെ. പെന്ന്. ഓക്കെ. 2 സാധനങ്ങളും കൂടി ഉള്ളു. നോക്കട്ടെ. വെക്കാൻ പോവേനെ. ഇത്രയും നേരം കൊടുത്തതില് ഒന്ന് പാളി പോയിട്ടില്ല കേട്ടാ. ആ ഇതാന്ന് എനക്ക് ആവൂലെന്നെ പറഞ്ഞിരുന്ന ആള്. വലിയ കാര്യത്തിന് ഇവർക്ക് ജീവനെല്ലാം എന്തെങ്കിലും പിടിച്ചിട്ട് വെച്ചാ മതിയായിരുന്നു. ഇത് പിന്നെ കൊതുകിന്റെ. കറക്റ്റ്. കാണുന്നൊന്നുമില്ലല്ലോ. അയ്യോ എന്റെ ദൈവമായി. ഒന്ന് നോക്ക്. പഴം. എന്റെ കൃഷ്ണ വയ്യ. അടുത്തൊരു സാധനം. ഇവരുടെ കാര്യത്തിൽ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ മതിയേനു. ആ ഇതിന്റെ ഫോൺ അങ്ങനെ കാണും. ഫോണോട് ഞാൻ പറഞ്ഞു കൊടുത്തിന്. ഫോണിന്റെ ചാർജറിന്റെ പ്ലഗ്. ഓക്കെ. അപ്പൊ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ്. പക്ഷെങ്കില് ഞാൻ കുറച്ചും കൂടെ അമ്മേനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. തൊട്ടപാട് തന്നെ അറിയുന്ന വിചാരിച്ചിട്ടില്ല. നമുക്കിനി നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുറച്ചും കൂടെ നല്ല അടിപൊളിയിൽ ചെയ്യണം. ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് അമ്മേ. ആ ഇനി നോക്കിക്കോ. പതുക്കെ തപ്പണേ. കുട്ടികളെ ആനയല്ല, തവളയാ. തവള. കുട്ടികളെ സാധനം എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ച അത് ഏതെങ്കിലും ഒരു ടോയിന്റെ പേര് പറയുന്ന വിചാരിച്ചേ. പക്ഷെ തവളാന്ന് ഇത്ര കൃത്യമായിട്ട് പറയുന്ന വിചാരിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞേട്ടാ പരിപാടി. ഇത് ശരിയില്ല കേട്ടാ. ഇത് നിങ്ങൾ കാണുന്നില്ലല്ലേ? ഇതെത്രയാ? ഇതെത്രയാ? ഇത് ഞാൻ കാണിച്ചപ്പോ കാണുന്നില്ല ഗൈസ്. കഴിക്കാം. പക്ഷെങ്കില് ഇവർക്ക് ശരിക്കും പറഞ്ഞാല് ഞണ്ടിന്റെ കാലും അതല്ലാന്ന് വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇഷ്ടായിട്ടില്ലേ? അവരോട്. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അടുക്കളയിൽ സാധനം വെച്ചിട്ട്. പക്ഷെ അമ്മ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാം പറയുന്ന വിചാരിച്ചിട്ടില്ല. ഏതെങ്കിലും എല്ലാം കിട്ടുന്നറിയാം. പക്ഷെങ്കില് ഏതെങ്കിലും വിട്ടോ എന്നെല്ലാം വിചാരിച്ചിന്. പക്ഷെ പാളിപ്പോയി.
അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അപ്പൊ ഓക്കെ, കഴിഞ്ഞു.